This news is brought to you by Lakshmi Home Appliances, Village Office-ന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. പ്രകൃതി ദുരന്തങ്ങളെയും അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ സേന രൂപീകരണവും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസ്മ പനക്കൽ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ് സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രവീൺ ഗേഡി, ലീന വില്യം, പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷെറിൻ ബാബു എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് നടന്ന പരിശീലന സെഷനിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സീനിയർ ഓഫീസർ അനുരാഗ് ദുരന്ത നിവാരണ മാർഗങ്ങളെയും സുരക്ഷാ മുൻകരുതലുകളെയും കുറിച്ച് ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. പരിശീലനത്തിൽ പങ്കെടുത്തുകൊണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്തിൽ ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിശീലന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി വൈസ് പ്രസിഡന്റ്. പോലീസ്, ഹെൽത്ത്, KSEB, പിന്നെ വിവിധ സംഘടനകൾ, വ്യാപാരി വ്യവസായ വ്യാപാര സമിതി, അതുപോലെ പിന്നെ യുവജന സംഘടനകൾ, അതുപോലെ ഹരിതകർമ്മസേന അംഗങ്ങൾ, അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളൊരു RRT ടീം വരുന്ന ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും വിളിച്ചു ചേർത്ത് വ്യക്തമായ പരിശീലനമൊക്കെ നടത്തി പഞ്ചായത്തിൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന അടിയന്തര നടപടികൾ നേരിടാനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് ഇത്തരമൊരു പരിശീലന പരിപാടിയും ആദ്യഘട്ട മീറ്റിങ്ങോട് വിളിച്ചു ചേർത്തിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ നമ്മൾ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിന് ആവശ്യമായ ഉപകരണങ്ങളും മറ്റ് സംവിധാനങ്ങളൊക്കെ വേണ്ടതുകൊണ്ട് നമ്മൾ പദ്ധതിയിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. അപ്പം ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതോടൊപ്പം തന്നെ സമീപകാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളും നമ്മെ പഠിപ്പിച്ച ഒരു വലിയ പാഠമുണ്ട്. ഒരു അപകടം നടന്നതിന് ശേഷം നമ്മൾ അതിനെ ഇറങ്ങിത്തിരിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നതിനേക്കാൾ ഒരു അപകടം വരുന്നതിന് മുൻപേ തന്നെ അതിനൊരുക്കമായി നമ്മൾ സജ്ജരായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ച ഒരു പാഠം. നമുക്കറിയാം, ഒരു അപകടം ഉണ്ടായതിനു ശേഷം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിനെ ചെറുക്കാൻ നമ്മളൊരു നല്ല സേനയെ പഞ്ചായത്ത് തലത്തിൽ രൂപീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നിങ്ങനെ ഒരു പരിശീലന പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ ഓരോ പ്രദേശത്തും ആ പ്രദേശത്തുള്ളവരാണ് ഒരു അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഒരു ദുരന്തമുണ്ടായാൽ ഓടിയെത്തുക ആ പ്രദേശത്തുള്ളവരാണ്. അല്ലാതെ ഔദ്യോഗിക സേനകൾ എത്തുന്നതിന് മുൻപേ തന്നെ നമ്മൾ ഓരോരുത്തരുമാണ് ഇവിടെ എത്തിച്ചേരേണ്ടത്. അപ്പോൾ ആദ്യ മണിക്കൂറുകളിലെ രക്ഷാപ്രവർത്തനം എന്നത് നമ്മൾ ആ പ്രദേശത്തുള്ളവർ തന്നെയാണ് ആ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അപ്പം എന്തുകൊണ്ടും അതാത് പ്രദേശത്തുള്ള ഇങ്ങനെയുള്ള നമുക്ക് ഓരോരുത്തർക്കുമാണ് ഈ അവസരത്തിൽ നമുക്ക് പരിശീലനം ലഭിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളിങ്ങനെ ഒരു സമിതിയുടെ രൂപീകരണത്തിനായി മുൻ വർഷങ്ങളിലും നമുക്കുണ്ടായിരുന്നു ഇങ്ങനെയൊരു ദുരന്ത നിവാരണ സമിതി. അപ്പോൾ അത് കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഒരിക്കൽ കൂടി നമ്മളിത് വിളിച്ചു ചേർത്തിട്ടുള്ളത്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി കൈകോർത്ത് മുന്നോട്ട് പോകണം. അപ്പോൾ ഇന്ന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ നിർദ്ദേശാനുസരണം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അതിന്റെ ചെയർമാനായി പ്രവർത്തിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് RRT ടീം രൂപീകരിക്കണമെന്നും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നാടിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് അത്തരം ടീമിന്റെ സേവനം ആവശ്യമായതുകൊണ്ടും ആണ്. ഇപ്പോൾ മഴയാണ്, എല്ലായിടത്തും മഴയാണ്. നമ്മളെ സംബന്ധിച്ചോളം മൊത്തത്തിൽ മഴയാണ് പ്രശ്നം. നമ്മൾ ഒരു കാലത്ത് മഴക്ക് വേണ്ടി ഇങ്ങനെ ദാഹിച്ച് ഇങ്ങനെ നിൽക്കും. മഴ വരുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ നിൽക്കും, ഈ മഴ ഒന്ന് പോയി കിട്ടിയാൽ എന്നല്ലേ. അപ്പോൾ ഇന്ന് മഴയായിട്ട് പോലും നമ്മൾ അവിടെ നിൽക്കുമ്പോൾ മഴയില്ല, കുറേയിട്ടില്ല. തിരിച്ചിങ്ങോട്ടേക്ക് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മഴ തുടങ്ങി, ശക്തമായ മഴയായി. ഇപ്പോൾ നമുക്ക് മഴ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു സങ്കല്പം മാറി. നമ്മൾ ഒരു മുന്നൊരുക്കം ഇപ്പോഴൊരു എന്താണ്, നമ്മുടെ അടുത്തുള്ള ഒരു ദുരന്തം വരാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു മുന്നൊരുക്കത്തിലുള്ള ഒരു പ്രതീതിയാണ് ഇപ്പോൾ എല്ലാ വർഷവും. നമുക്ക് എല്ലാ മേഖലയിലും കാണാം ഈ ഒരു മുന്നൊരുക്കം. അപ്പോൾ നമ്മൾ എന്താണ് നമ്മളെ സംബന്ധിച്ചോളം, നമുക്കിപ്പോൾ ഒരു മഴ വരുന്ന സമയത്ത് നമുക്ക് ആദ്യം മഴയ്ക്ക് മുന്നേ നമ്മുടെ മൊബൈൽ ഫോണിൽ എന്ത് വരും, ഒരു അലർട്ട് വരും.
നമ്മളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന സിസ്റ്റത്തെ സംബന്ധിച്ചോളം ഇന്ത്യയിലെ ഏറ്റവും നമുക്ക് എന്താ പറയുക ഏറ്റവും അലർട്ടായിട്ട് നമ്മൾ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ നിങ്ങൾ തയ്യാറായി നിന്നോളൂ എന്ന് പറയുന്ന ഒരു അലർട്ട് നിങ്ങളുടെ എല്ലാവരെയും മൊബൈൽ വന്നിട്ടുണ്ടാവാം, ഞങ്ങളുടെ മൊബൈൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അലർട്ട് നിങ്ങൾക്ക് എവിടുന്നാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കണം. അത് നമുക്ക് ജില്ല തിരിച്ച് പ്രാദേശികമായ പല സ്ഥലങ്ങളിൽ പ്രാദേശിക്കുന്ന നമുക്ക് അലർട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഒരുങ്ങിക്കൊള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറായി നിന്നോളൂ എന്നൊക്കെ അലർട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഈ സംഭവം ദുരന്തം ഇതിന് ഒത്തിരി പ്രാധാന്യത്തോടെ നമുക്ക് ഇവിടെ കേരളത്തില് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് 2017-18 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം. 2018 നമുക്ക് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രളയം ഉണ്ടായി. ആ പ്രളയം അതിനുശേഷം ഇങ്ങോട്ടുള്ള 2020 പ്രളയം, അതിനിങ്ങോട്ടുള്ള നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടായ പ്രളയങ്ങള്, മഴ, ഇതെല്ലാം നമ്മളെന്തായി അതിനിടയ്ക്ക് വന്ന കൊറോണ, അതും ഒരു ദുരന്തമാണ്, ഒരു ഡിസാസ്റ്ററാണ്. നമ്മൾ മഴയോടനുബന്ധിച്ചല്ലെങ്കിലും മറ്റുള്ള രീതിയിൽ ഒരു ദുരന്തം. അപ്പൊ നമ്മൾ ദുരന്തങ്ങൾ നമ്മുടെ ഡീറ്റെയിലായിട്ട് പറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ദുരന്തങ്ങളുണ്ട്. നമ്മുടെ പ്രകൃതിയാലുള്ള ദുരന്തം, മനുഷ്യപരമായ ദുരന്തം, ജൈവപരമായ ദുരന്തം. ആ ജൈവപരമായ ദുരന്തത്തിലാണ് നമ്മുടെ കൊറോണയ്ക്ക് വരുന്നത്. നമ്മൾ വേറൊരു സൈഡ്. അപ്പൊ നമുക്ക് പ്രകൃതിയായിട്ടുള്ള ഈ ദുരന്തങ്ങളാണ് നമ്മൾ ഈ മഴ, അതിനോടനുബന്ധിച്ചുള്ള നമ്മുടെ വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ ഉരുൾപൊട്ടല്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഏറ്റവും കൂടുതൽ അപകട ഭീഷണി ഉള്ളത്. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. ഏറ്റവും പുതിയ ഗിഫ്റ്റ് ഐറ്റങ്ങളുടെയും അടുക്കള ഉപകരണങ്ങളുടെയും വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഗൃഹലക്ഷ്മിയിൽ മാത്രം. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, മിക്സി, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സ്റ്റീൽ ഐറ്റംസ്, അലുമിനിയം, പ്ലാസ്റ്റിക്, സെറാമിക്, ബ്രാസ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ക്വാളിറ്റി പ്രോഡക്ട്സ്, ബെസ്റ്റ് സർവീസ്, ഫെസ്റ്റിവൽ ഓഫേഴ്സ്. ഷോപ്പിംഗ് ആഘോഷമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി.